രാവിലെ അമ്പാടി കൊണ്ടുപോയി ചപ്പാത്തിയും മുട്ടക്കറിയാണ്. അതുകൊണ്ട് ആദ്യം നമുക്ക് ചപ്പാത്തി പണി തുടങ്ങാം. അപ്പോൾ മുട്ട വേവുമ്പോഴേക്കിന് ചപ്പാത്തിൻ്റെ പണികൾ ആരംഭിക്കാം. ചപ്പാത്തിയുടെ ഇറക്കി വെച്ചു. സാധാരണ ഇന്ന് ചോറാണ് അമ്മയെ കൊണ്ടുവന്നത്. ഇത് ചപ്പാത്തി മതിയെന്ന് പറഞ്ഞു. ചപ്പാത്തി മുട്ടക്കറിയും മതിയെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അത് കൊടുത്തു വിടാമെന്ന് വിചാരിച്ചു. ഞാൻ നല്ല ഉറക്കത്തിലാണ്. ചൂടാണ് ചപ്പാത്തി. ഇത് ചപ്പാത്തി ചൂടാണ്. ചപ്പാത്തി ഉണ്ടല്ലോ. നമ്മുടെ ചപ്പാത്തി ആയിക്കൊണ്ടിരിക്കുകയാണ്. ചപ്പാത്തിക്ക് ഓട്ടയിടുന്നു. ചപ്പാത്തി നമ്മുടെ ചപ്പാത്തി പൊന്തി കഴിഞ്ഞ് ചപ്പാത്തി പൊന്തി വരുന്ന നല്ല രസം. ചപ്പാത്തി പൊന്തി വരുന്നതാണ്. ഭാര്യക്കുട്ട നല്ല ഉറക്കത്തിലാണ്. എനിക്ക് വേണ്ടത് സവോള വേണം, തക്കാളി, വെളുത്തുള്ളി,
പിന്നെ പെരിഞ്ജീരകം ചതച്ചത്, പച്ചമുളക്, കറിവേപ്പില, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇത് ഓയിലാണ്. 2 മുട്ട പുഴുങ്ങി വെച്ചതാണ്, ഓൾറെഡി പുഴുങ്ങി വെച്ചതാണ്. നമുക്ക് മുട്ടക്കറി ഉണ്ടാക്കാം. എണ്ണ ഒഴിച്ചു. പെട്ടെന്ന് വേകാൻ വേണ്ടി നമുക്ക് കുറച്ച് ഇട്ടിട്ട് അങ്ങനെയാണെങ്കിലേ നമുക്ക് സാധനം ഇറക്കില്ല. അങ്ങനെ തക്കാളി, ഒരു തക്കാളി, ജീരകവും വെളുത്തുള്ളി, 2 പച്ചമുളക്, രണ്ട് കറിവേപ്പില, അപ്പോൾ സവാള, തക്കാളി, പച്ചമുളക്, കറിവേപ്പില, വെളുത്തുള്ളി, പെരുംജീരകം ഒക്കെ ഒന്ന് വഴണ്ട് കഴിഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് പൊടികളൊക്കെ അത് വേണ്ടത് മുളക് പൊടിയാണ്, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി. നേരത്തെ ഇട്ട ഉപ്പ് നമുക്ക് വാടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് മസാലയ്ക്ക് ഉപ്പ് വേണം, എങ്കിലേ മുട്ടയിലൊക്കെ പിടിക്കുള്ളൂ. മുട്ടക്കറി മസാലയുടെ റെഡിയായി. നമുക്ക് പുളി വെച്ച് മുട്ടറി കിട്ടും. അപ്പോൾ നമ്മുടെ മുട്ടക്കറിയുടെ സെറ്റാണ്.
കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തു. അപ്പോൾ നമ്മുടെ ചപ്പാത്തിയും മുട്ടക്കറിയും ഇവിടെ റെഡിയായി. ഇതാ മുട്ടക്കറി അമ്പടിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അതിന് ചോറ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചപ്പാത്തിയോ ദോശ എന്തെങ്കിലും വരുന്ന ചപ്പാത്തിയും മുട്ടക്കറിയാണ് ഇന്നത്തെ സ്പെഷ്യൽ. അതെല്ലാം പല്ലൊക്കെ തേച്ച് കുളിച്ച് ചായ കുടിക്കുകയാണ്. ചപ്പാത്തിയും മുട്ടക്കറിയും കൂട്ടി ചായ കുടിക്കുകയാണ്. പോകാനായിട്ടില്ല. 9 മണിക്കാണ് സ്കൂളിലേക്ക് പോകേണ്ടത് അല്ലേ? എപ്പോഴാണ് 9 മണിക്കല്ലേ സ്കൂളിൽ പോണത്? പറയും. 9 മണിക്കാണ് സ്കൂളിൽ 9 മണിക്കാണ് സ്കൂളിലേക്ക് പോണത്. അപ്പോൾ സ്കൂളിലേക്ക് പോകുമ്പോൾ കാണാം അല്ലേ? റെഡിയായി അമ്പാടി നിന്നു. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു മഴ പെയ്തു. അപ്പോൾ മഴ തോർന്ന് ഞങ്ങളപ്പോൾ പോകാനുള്ള തയ്യാറെടുപ്പിൽ നിൽക്കുകയാണ് സ്കൂളിലേക്ക്. ഇന്ന് കളർ ഡ്രസ്സാണ്. അപ്പോൾ നമുക്ക് പോയാലോ? പോവാം. ഇവിടെ അടുത്ത് തന്നെയാണ് സ്കൂള്. അപ്പോൾ ഞാൻ പഠിച്ച എൻ്റെ സ്കൂളാണിത്. എൻ്റെ സ്കൂളിൻ്റെ സൈഡിൽ കൂടെ ഞാൻ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. ശ്രീ വിവേകാനന്ദ പാലേമാട് സ്കൂളാണിത്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. വേമ്പാടിക്കുട്ടൻ്റെ സ്കൂൾ ഇവിടെ എത്താനായി പോയിക്കൊണ്ടിരിക്കുകയാണ്. വൈകിട്ട് കാണാൻ പറ. ബബായി പറ. പിന്നെ സ്കൂളാണിത്. SVSS ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ്. ക്ലാസ്സിലേക്ക് പോയി. അവനെ മിസ്സ് വന്ന് കൂട്ടിക്കൊണ്ട് പോയി. അപ്പം ഞാൻ ഇനി വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ വൈകിട്ട് 3 മണിക്ക് ആണ് അവനെ കൊണ്ടുവരാൻ പോണത്. അപ്പോൾ കാണാം. അപ്പോൾ സമയം 2:33 അപ്പോൾ ഒരു ചായ കുടിക്കാമെന്ന് കരുതി. അപ്പോൾ ഞാനും അമ്മയും ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനും അമ്മയും നല്ല അടിപൊളി ബ്രൂ കോഫിയാണ്. അമ്പാടിക്കുട്ടൻ വരാനായിട്ടില്ല. 3 മണിയാവും അമ്പാടിക്കുട്ടൻ വരുമ്പോൾ. അമ്പാടിക്കുട്ടനെ 3 മണിയാകുമ്പോൾ കൊണ്ടുവരാൻ പോകണം. ചായ ആറ്റിയാണ്. അമ്മ ചായ ആറ്റാണ്. സ്കൂളിൻ്റെ അവിടെ എത്താനായി. നല്ല മഴക്കാറുണ്ട്. സ്കൂളിൻ്റെ അവിടെ എത്താനായി. അമ്പാടിക്കുട്ടനെ കൂട്ടിയിട്ട് വരാം. സ്കൂളിൻ്റെ അവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. എത്താനായി. ശ്രീ വിവേകാനന്ദ സ്കൂളാണ് ഈ കാണുന്നത്. അവിടെയാണ് അമ്പാടീൻ്റെ സ്കൂള്. അപ്പോൾ നമുക്ക് അമ്പാടീനെ കൂട്ടിയിട്ട് വരാം. വിട്ടിട്ടില്ല, വിടാനാവണേ ഉള്ളൂ. വെയിറ്റിങ്ങിലാണ്. കൂട്ടി വരികയാണ്. ഇനി വീട്ടിൽ പോയിട്ട് കുളിക്കണം, ഭക്ഷണം കഴിക്കണം, കുറച്ച് നേരം കളിച്ചിട്ട് പിന്നെ പഠിക്കാനിരിക്കും അല്ലേ? നല്ല മഴ ഇടിയും വരുന്നുണ്ട്. മഴക്കാർ നല്ലപോലെ മൂടിയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ പോയാലോ? ബാ. അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ അമ്പാടിക്കുട്ട മേലൊക്കെ കഴുകി ചപ്പാത്തിയും ചിക്കൻ കറി തിന്നുകൊണ്ടിരിക്കുകയാണ്. ബ്രൂ കോഫി. അമ്മ കടയിൽ പോയപ്പോൾ ബ്രൂ കോഫി വേണമെന്ന് പറഞ്ഞപ്പോൾ അമ്മ അത് അതിൻ്റെ ആക്കി കൊടുത്തു. ഇപ്പോൾ അവൻ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ
ABCD എഴുത്. എഴുതിയോ? ഭയങ്കര മടിയാണ് അമ്പാടിക്കുട്ടൻ എഴുതാൻ. ഭയങ്കര മടി വെച്ചാൽ ഭയങ്കര മടിയാണ്. UKG-യിലാണ് ഈ വർഷം. UKG പഠിക്കുകയാണ്. എഴുതാൻ ഭയങ്കര മടിയാണ് അമ്പാടിക്കുട്ടന്. പിടിക്കും. അങ്ങനെയല്ല, ശരിക്കും ശരിക്കും അങ്ങനെ നോട്ടതേ. ഏത് C D E F F എപ്പോഴും വായിക്കണ്ട. ഓ ആ വേറെ എഴുത്. എപ്പോഴും വായിക്കേണ്ട ആവശ്യമൊന്നുമില്ലേ. ആ ആ ഇതാണ് അമ്പാടിയുടെ കാര്യം. എഴുതാൻ ഭയങ്കര മടിയാണ്. ഒരു 100,000 വട്ടം വായിക്കണം. എന്തിനാ വായിക്കണേ? ഒരു പ്രാവശ്യം വായിച്ചാൽ മതിയല്ലോ. ശരിയായല്ലോ എഴുതിയത്? ആ പിന്നെന്താ എഴുതാത്ത? എഴുത് എഴുത് എഴുത്. ആ 2.5 മാസം സ്കൂള് പൂട്ടിയപ്പിക്കുന്നത് അമ്പാടി ഭയങ്കര മടിയായി. അമ്പാടിക്ക് എഴുതാൻ ഇല്ലേ അമ്പാടിക്കുട്ട? മടി മടി ആവാൻ പാടുണ്ടോ? ഇല്ലല്ലോ. പാടുണ്ടോ? ഇല്ല. ആ ആ സാരല്ല. ചിരിക്കാതെ എഴുത്. താമസ എഴുത്. പിന്നെ മറന്നോ? ഓക്കെ ഇല്ലേ? നല്ല കുട്ടിയാണ് കേട്ടോ. നല്ല കുട്ടിയല്ലേ? നല്ല കുട്ടിയെ സുന്ദരനല്ലേ? ഇവിടെ W
പഠിച്ചത്? A B C D E F ABC. A B ഉറക്ക വായിക്കി. ABC A B C D E F G H I J J K L M O N O P Q R S T U V W S Y Z. നല്ല കുട്ടി. പഠിത്തം കഴിഞ്ഞു. അപ്പം ചോറ് കൊടുക്കുകയാണ്. നേരത്തെ ഉറങ്ങും. നേരത്തെ ഉറക്കിയാൽ നേരത്തെ നീച്ചോളും. അപ്പോൾ ചിക്കൻ കറി ഉണ്ട്. ചിക്കൻ പൊരിച്ചതുണ്ട്. നേരത്തെ അതെ, അതുള്ളൂ ഇന്നത്തെ കറി. വേറെ ഒന്നും ഉണ്ടാക്കിയില്ല. വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പം എൻ്റെ കുട്ടി അമ്പാടിക്കുട്ടൻ ചോറ് തന്നെയാണ്. നല്ല കുട്ടിയായിട്ടല്ലേ? നല്ല കുട്ടിയായിട്ട് ചോറ് തന്നെയാണ്. ചോറുന്ന് കഴിഞ്ഞിട്ട് ഉറങ്ങും അല്ലേ? ഉറങ്ങും. ചോറുന്ന് കഴിഞ്ഞിട്ട് ഉറങ്ങും. ചോറുന്ന് കഴിഞ്ഞ് അമ്പാടിക്കുട്ടൻ ഉറങ്ങും അല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രേ ഉള്ളൂ. ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വീണ്ടും വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും ബൈ.